ആഫ്രിക്കയിൽ, ഈ യൂറോപ്യൻ കൺട്രീസിൽ അങ്ങനെയല്ല. മുമ്പും പല കള്ളന്മാരും കൊള്ളക്കാരും ഈ കപ്പലൊക്കെ കൊള്ളയടിക്കുന്ന കള്ളന്മാരൊക്കെ കടൽ കൊള്ളക്കാരൊക്കെ ഉണ്ടാകും. ഇവർക്കെല്ലാം ഈ ജീവിക്കാനുള്ള വഴിയില്ലാത്തത് കൊണ്ടല്ല, ജോലി ഇല്ലാത്തത് കൊണ്ടല്ല, ശരിയായ വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടാണ്. അവരെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന വിദ്യാഭ്യാസമാണ് എല്ലാ രാജ്യത്തും കൊടുക്കേണ്ടത്. അപ്പോൾ ശരിയായ വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ നമ്മൾ ഒരു പലതരത്തിലും മുമ്പ് ഉള്ള ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ അവൻ്റെ വികാരം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. ഇപ്പോൾ മുമ്പൊക്കെ പല ഭീകര നേതാക്കന്മാരും വലിയ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ല എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡോക്ടർമാർ വളരെ ജോലിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ടോ ഇന്നത്തെ സാധാരണ വ്യവസ്ഥിതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ടോ അല്ല, ശരിയായ വിദ്യാഭ്യാസം അവരുടെ മനസ്സിലുള്ള ആ മൃഗീയ വാസനകളെ അറിയാനും അതിനെ നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അതാണ് പണ്ട് ഭാരതത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ജീവിക്കാനുള്ള വിദ്യാഭ്യാസം, ശരിയായി ചിന്തിക്കാനുള്ള വിദ്യാഭ്യാസം, സാമൂഹ്യ ജീവിതം നയിക്കാനുള്ള വിദ്യാഭ്യാസം, അങ്ങനെയുള്ള സത്യമാർഗത്തിലൂടെ പോകുന്ന വിദ്യാഭ്യാസം, അതാണ് പണ്ട് ഭാരതത്തിലെ ഗുരുകുല സമ്പ്രദായത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള വിദ്യാഭ്യാസം വേണ്ട എന്നല്ല അർത്ഥം. എഞ്ചിനീയർ വേണം, ഡോക്ടർ വേണം, ശാസ്ത്രജ്ഞന്മാർ വേണം, സാധാരണ വിദഗ്ധന്മാരായിട്ടുള്ള തൊഴിലാളികൾ വേണം, ഈ കണ്ടുപിടിക്കുന്ന ആൾ, ഇൻവെൻഷൻ നടത്തുന്ന ആൾ വേണം, പലതും വേണം. പക്ഷേ ശരിയായ വിദ്യാഭ്യാസം, ജീവിക്കാനുള്ള വിദ്യാഭ്യാസം, മനുഷ്യനെ സ്നേഹിക്കാനുള്ള വിദ്യാഭ്യാസം അവന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവന് സംഘർഷം ഉണ്ടാക്കാനുള്ള വിദ്യാഭ്യാസമാണ് ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ എല്ലാ സമയത്തും പണ്ടേ അങ്ങനെയുള്ള സംഘടനകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പണ്ടേ അതിനുള്ള ഗുരുക്കന്മാരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾ ഭീകരനായി പോകുന്നത്? അത് ശരിയായ വിദ്യാഭ്യാസം, ശരിയായ അധ്യാപനം ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്ന് നമ്മളെ നാട്ടിൽ, അത് ഭാരതത്തിൽ, അതിലും കേരളത്തിൽ പ്രത്യേകത, ഇത്രയധികം മദ്യപാനികളുടെ വേറെ ഒരു സംസ്ഥാനം ഉണ്ടാവില്ല. വിദേശങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം ലിമിറ്റ് വെച്ചിട്ടാണ്. ഇന്ന് നമ്മൾ കുട്ടികൾ, കോളേജിലെ കുട്ടികൾ, സ്കൂളിലെ കുട്ടികൾ എല്ലാം ഇതുപോലെയുള്ള കലാപകാരികളായിട്ട് മാറി. എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് ശരിയായ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. എല്ലാം ജോലി ചെയ്യാനുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അവർ പഠിക്കുന്നത്. അതുകൊണ്ട് ഈ സംഭവത്തോട് കൂടിയിട്ട് സമൂലമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായിട്ടുള്ള ഒരു പരിഷ്കാരം കൊണ്ടുവരാൻ